പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2025 മെയ് മാസം 25 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പ്രാരംഭവാക്യത്തിലേക്ക് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെ ആകുന്നു എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. പ്രിയരെ, എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ പ്രാരംഭവാക്യം മാത്രം നാം എടുക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് മറവും ദൈവത്തിൻ്റെ കാവലും നമുക്കുണ്ട്. പ്രിയരെ, വിശ്വസിക്കാമെങ്കിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 5-ാമത്തെ വാക്യം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തുരക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഈ വാക്യത്തിലൂടെ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയാണ്, ഒരു പക്ഷി ചുറ്റിപ്പറന്ന് അല്ലെങ്കിൽ യെരൂശലേമിനെ കാക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും അതിനെ നശിപ്പിക്കാതെ അതിനെ എന്നേക്കും പരിപാലിക്കേണ്ടതിന് ദൈവം നമുക്ക് ചുറ്റും കാവലായി നിൽക്കുകയാണ്. പ്രിയരെ, 91-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. ഒരു തള്ളക്കോഴി ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ വലിയവനായ ദൈവം നമ്മെ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ദൈവം മൂടി മറച്ച് മുൻപോട്ട് നശിക്കാതെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയാണ്. വിശ്വസിക്കാമെങ്കിൽ 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. എത്ര പേർ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു? എനിക്കും നിങ്ങൾക്കും വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. അപ്പം പ്രശ്നമോ പ്രതികൂലമോ ഇല്ലെന്നല്ല, 100 കണക്കിന് പ്രതികൂലവും പ്രശ്നവും ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാവലിനായിട്ട്, അങ്ങയുടെ വലിയ പ്രൊട്ടക്ഷനായി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എങ്കിൽ ഇന്ന് ചില ഗുഡ് ന്യൂസുകൾ അങ്ങ് ഞങ്ങൾക്ക് തരുവാൻ പോകുന്നതിനായി നന്ദി. ഓരോ മക്കളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ വിടുതലുകൾ സംഭവിക്കട്ടെ, അത്ഭുതമായ വഴികൾ തുറക്കട്ടെ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുകയാണ്, കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.